ആർ ചന്ദ്രശേഖരൻ INTUC കേരള സംസ്ഥാന പ്രസിഡന്റാണ്. INTUC ദേശീയ വൈസ് പ്രസിഡന്റാണ്. നേരത്തെ ILO ഗവേണിംഗ് ബോഡിയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 50 വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. എന്നോടൊപ്പമുള്ളത് ശ്രീ PP അലി, വയനാട് ജില്ലാ INTUC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമാണ്. ശ്രീ BJ ജോസഫ് INTUC ദേശീയ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. ശ്രീ സുന്ദരൻ കുന്നത്തുള്ളി തൃശ്ശൂർ ജില്ലാ INTUC പ്രസിഡന്റാണ്, കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഇന്ന് ഞങ്ങൾ സംസ്ഥാന INTUC ഭാരവാഹികളെയും ജില്ലാ INTUC പ്രസിഡന്റുമാരുടെ ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തതാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF നേടിയ ഉജ്ജ്വല വിജയം അത് ഞങ്ങളുടെ എല്ലാ യൂണിയനുകളും അതുപോലെ തന്നെ INTUC മണ്ഡലം കമ്മിറ്റികൾ, നിയോജകമണ്ഡലം കമ്മിറ്റികൾ, വിവിധ യൂണിയനുകൾ, ഫെഡറേഷനുകൾ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി നടന്ന തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ ഇത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം INTUCക്ക് ലഭിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെയും UDFൻ്റെയും ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ചരിത്രത്തിൽ ആദ്യമായി മേയറാകാൻ പോകുന്നത് INTUC കൊല്ലം ജില്ലാ പ്രസിഡന്റ് AK ഹഫീസാണ്. അതുപോലെ വിവിധ തലങ്ങളിൽ, ത്രിതല പഞ്ചായത്ത് തലങ്ങളിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായി, പ്രസിഡന്റുമാരായി പോലും INTUC പ്രധാനപ്പെട്ട പ്രവർത്തകർ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വൻ ജനവികാരം, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന ദുസ്സഹമായ വിലവർദ്ധനവ്, അതുപോലെ തന്നെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തന രംഗത്ത് വന്നിട്ടുള്ള പോരായ്മകൾ, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പരാജയപ്പെട്ട പദ്ധതികൾ, പ്ലാന്റേഷൻ മേഖലയിലുണ്ടാകുന്ന വൻ ദുരന്തങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണങ്ങൾ, മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സ്ഥിതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ ദിവസവും സ്വന്തം മാതാപിതാക്കളെ പോലും വെട്ടിക്കൊല്ലുന്ന സ്ഥിതിവിശേഷം, സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവിധങ്ങളായ ജനങ്ങൾ ഭയത്തോടും ആകാംക്ഷയോടും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം വളർന്നു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ UDFന് ഉജ്ജ്വലമായൊരു വിജയം സംഭാവന ചെയ്യണമെന്നുള്ളതാണ് തൊഴിലാളി വർഗത്തിൻ്റെ പരമപ്രധാനമായ കടമ. ഇപ്പോൾ തൊഴിലുറപ്പ് മേഖലയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പേര് തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നാണ്. ആ പദ്ധതിയുടെ പേര് തന്നെ, ഗാന്ധിജിയുടെ പേര് തന്നെ വെട്ടിമാറ്റാനാണ് കേന്ദ്ര ഗവൺമെൻറ് തിടുക്കത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രശില്പിയായി ലോകം ആദരിക്കുന്ന പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയം ഇല്ലാതാക്കുക, രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്ന ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ പ്രസംഗം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ചരിത്ര രേഖയാണ്. ലോകത്തെ മുഴുവൻ ആളുകളുടെ ആദരവ് പിടിച്ചു പറ്റിയ ഇന്ദിരാഗാന്ധിയുടെ പേര് ഇല്ലാതാക്കുക, ഈ രാജ്യത്ത് ഏറ്റവും അവസാനമായി ലോകം കണ്ട ഏറ്റവും നല്ല സാമ്പത്തിക വിദഗ്ധനായി ഡോക്ടർ മൻമോഹൻ സിംഗ്, ലോകത്തിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് പോലും ബഹുമാനിച്ചിരുന്ന സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഉയർന്നു വന്ന ഓരോ പാവപ്പെട്ടവൻ്റെ വീടുകളിലും 100 ദിവസമെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്ന പദ്ധതി, അതും ഓരോ സംസ്ഥാനത്ത് നിലവിലുള്ള കർഷക തൊഴിലാളികളുടെ മിനിമം വേതനം കൊടുത്തിരിക്കണമെന്ന് നിയമമുണ്ടാക്കിയ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉള്ള ഓരോ വർഷവും ഈ പദ്ധതിയെ താറുമാറാക്കാനായുള്ള നീക്കം നടത്തിയിരുന്നു. 27 കോടി ആളുകൾ ഗ്രാമപഞ്ചായത്തുകൾ വഴി അപേക്ഷ കൊടുത്ത് പരിശോധന നടത്തി തൊഴിൽ കാർഡ് ലഭിച്ച് ജോലി ചെയ്ത് ഓരോ സംസ്ഥാനത്തുമുള്ള നാമമാത്രമായ കൂലി കിട്ടുന്ന ഈ പദ്ധതി അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ടെക്നോളജി ലിങ്ക് ചെയ്യാൻ, ആധാർ കാർഡ് ലിങ്ക് ചെയ്യാനും ഡിജിറ്റലൈസ് ചെയ്യാനും നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതി അതിൽ 12 കോടിയോളം ആളുകളെ ഒഴിവാക്കുകയാണ്. ബാക്കി അവശേഷിക്കുന്ന 15 കോടി ആളുകൾ ആ ജോലി കൂടി ഇല്ലാതാക്കാനാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക, കൊണ്ടുവന്ന സ്വകാര്യവൽക്കരണം മുഴുവൻ അമ്പെ പരാജയപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിലുണ്ടായ ഇൻഡിഗോ വിമാനത്തിൻ്റെ തകരാറ് കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ യാത്ര വലഞ്ഞ്
യാത്രയ്ക്ക് പോകാൻ കഴിയും. അപ്പോൾ സ്വകാര്യവൽക്കരണമാണ് എല്ലാത്തിനും മറുപടി എന്ന് ഒരു കോർപ്പറേറ്റ് ആശയമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. അതെല്ലാം സമ്പൂർണ്ണ പരാജയമാണ്. ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രീസിനെ ഇല്ലാതാക്കിക്കൊണ്ട്, BSNL ഇല്ലാതാക്കിക്കൊണ്ട് കടന്നു വന്ന വിവിധ പ്രൈവറ്റ് ടെലികോം സംവിധാനങ്ങൾ അതെല്ലാം കോടാനുകോടി രൂപ അടിച്ചു മാറ്റി അവരൊക്കെ അസ്തമിച്ചു പോയി എന്നുള്ളത് നമ്മൾ വസ്തുതാപരമായി കാണും. സിവിൽ ഏവിയേഷൻ രംഗത്ത് കടന്നു വന്നവർ എന്ന് വേണ്ട, പ്രൈവറ്റൈസേഷൻ എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ സമ്പൂർണ്ണമായി ഈ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഓരോ സെക്ടറും എടുത്ത് ഞാൻ വിശദമായി പറയുന്നില്ല. ഇന്ത്യയിലെ തൊഴിലാളികൾ ഒരു സ്ഥിരം തൊഴിൽ കിട്ടാൻ ഇപ്പോൾ വലിയ ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ പട്ടാളത്തിൽ പോലും കോൺട്രാക്ട് തൊഴിലാളികളായി അഗ്നിവീർ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന 2014 ശേഷം ഇന്ന് വരെ 2025 വരെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ്, അതായത് ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് പോലെ, ILO നേതൃത്വം കൊടുത്ത് നടത്തുന്ന ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് പോലെ തന്നെ ജനാധിപത്യ മതേതര ഭാരതത്തിൽ ഭരണകൂടങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് നടത്തി വന്ന ത്രികക്ഷി കൂടിയാലോചനാ സമിതിയാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ്. ആ ലേബർ കോൺഫറൻസ് ഇല്ലാതാക്കിക്കൊണ്ട് കഴിഞ്ഞ 2014 ശേഷം ഇന്ന് വരെ അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല. ത്രിതല മേഖലകളിൽ ത്രികക്ഷി സമ്പ്രദായത്തിൽ കൂടിയാലോചനകൾ ഈ സർക്കാർ ഇല്ലാതാക്കിയിരിക്കുന്നു. ഏതാനും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ മുഴുവൻ സമ്പത്ത് ഒഴുക്കിക്കൊടുക്കുന്ന നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ലോകം മുഴുവനും നടന്ന് ഈ രാജ്യം ലോകത്ത് ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു രാജ്യമാണെന്ന് ഖ്യാതി പറയുമ്പോഴും നമ്മുടെ രൂപയുടെ മൂല്യം ഓരോ ദിവസം കഴിയുന്നവരും ഇടിഞ്ഞു താഴുകയാണ്. നമ്മുടെ ഉൽപാദന മേഖല തകർന്നടിയുകയാണ്. നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാലൻസ് തെറ്റുകയാണ്. നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് വല്ലാതെ ഇടിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില അമിതമായി കുതിച്ചുയരുന്നു. പൊതുവിതരണ സമ്പ്രദായം തകർത്തു കളയുന്നു. ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ പോലെ, വെയർഹൗസിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെ ഉള്ള നമ്മുടെ ആ ഉൽപാദന രംഗത്ത് ഉണ്ടാകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ആ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നു. എല്ലാ കർഷകന്റെയും ഭൂപ്രദേശങ്ങൾ അന്തർദേശീയ കോർപ്പറേറ്റുകൾക്ക് 10-15 വർഷത്തേക്ക് വാടകയ്ക്ക് എടുത്തുകൊണ്ട് താൽക്കാലികമായി കർഷകനെ മോഹിപ്പിച്ചുകൊണ്ട് അവൻ്റെ സ്ഥലമെടുത്ത് അവിടെ അത്യന്താധുനിക വിത്തുൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിതച്ച് അല്ലെങ്കിൽ നട്ട് ആ ഭൂമിയുടെ എല്ലാ ഗുണവും നഷ്ടപ്പെടുത്തുന്നത് ഒന്നും ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല. ഖനന മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആശങ്ക വളർത്തുന്ന അന്തർദേശീയ കോർപ്പറേറ്റുകൾ മത്സ്യബന്ധനത്തിന് വൻ സംവിധാനമായി വരികയാണ്. അതുപോലെ തന്നെ കടലോര മേഖലയിൽ കരിമണലടക്കമുള്ളത് ഖനനം ചെയ്യാൻ ഡീപ് സീ മൈനിങ് അടക്കം കൊണ്ടുവന്നുകൊണ്ട് ബഹുരാഷ്ട്ര കുത്തകളിലെ വാഴ്ത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുകയാണ്. ഇങ്ങനെ ഒരു രാജ്യം മഹാത്മാഗാന്ധി പ്രതിനിധാനം ചെയ്ത രാഷ്ട്രപിതാവായി നാം അംഗീകരിക്കുന്ന നമ്മുടെ നാട് പടിപ്പടിയായി പൊതുമേഖലയും സ്വകാര്യ മേഖലയും പരസ്പരം മത്സരിച്ച് ആരോഗ്യകരമായ ഒരു സാമ്പത്തിക ശാസ്ത്രം കെട്ടിപ്പടുത്ത ഇന്ത്യയുടെ രാജ്യം, ഇന്ത്യ എന്ന രാജ്യം, ഈ രാജ്യത്തിനെ സമൂലമായി തകർത്തുകൊണ്ട് ഹൈന്ദവവൽക്കരണം നടത്താൻ, വർഗീയത കൊണ്ടുവരാൻ, പാവപ്പെട്ട ആളുകളെ മുഴുവനും വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ എന്ന് വേണ്ട എല്ലാ തലങ്ങളിലും, സിലബസുകളിൽ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ, ഭാവി പ്രവർത്തനങ്ങളിൽ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്ന് വേണ്ട സമൂലമായി ഈ നാടിൻ്റെ എല്ലാ മേഖലകളും അഴിച്ചു പണിഞ്ഞ് മറ്റൊരു രാജ്യമായി, മറ്റൊരു ലോകക്രമമായി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു വർഗീയവാദത്തിൻ്റെയും സംഘപരിവാർ സംവിധാനങ്ങൾക്കും എതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും അവസാനമായി മൻമോഹൻ സിംഗും കൊണ്ടുവന്ന നിയമങ്ങളെ, അത് തൊഴിലാളി സംരക്ഷണ നിയമങ്ങളും തൊഴിൽ ദാന പദ്ധതികളുമായിട്ടുള്ള നിയമങ്ങളെ, അതൊക്കെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ താല്പര്യം ഇപ്പോൾ എടുക്കുന്നുണ്ട് എന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ മാസം 27-ന്, ഡിസംബർ മാസം 27-ന് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം തന്നെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഒന്നിച്ചു നിന്നുകൊണ്ട്
രാജ്യത്തിൻ്റെ ഈ മൂല്യച്യുതിക്കെതിരായി, തൊഴിൽ രാഹിത്യത്തിനെതിരായി, തൊഴിൽ മേഖലയുടെ സമരത്തിനെതിരായി, പൊതുമേഖലയുടെ നാശത്തിനെതിരായി, തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നതിനെതിരായി, സാമൂഹ്യ സുരക്ഷ ഈ രാജ്യം ലോകത്തിന് മാതൃകയായി കൊടുത്ത പ്രോവിഡന്റ് ഫണ്ട്, ESI, ഗ്രാറ്റുവിറ്റി, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ക്ഷേമനിധി പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടി ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം ഓരോ RSSകാരൻ്റെ പേര് കൊടുത്തുകൊണ്ട് മാറ്റിമറിച്ച് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ വഴിയാധാരമാക്കുകയും ജനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന നമ്മുടെ മനുഷ്യ വിഭവശേഷിയെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് വിഡ്ഢികളും യാചകന്മാരുമാക്കുന്ന നിലപാടുകളിലേക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് പോകുമ്പോൾ അതിനെ കേരളത്തിൽ പോലും ചെറുത്തു നിൽക്കാനുള്ള അജണ്ട രൂപീകരിക്കാൻ കഴിയാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായികൾക്ക്, പണം മുടക്കുന്നവർക്ക് പശ്ചാത്തല സൗകര്യമൊരുക്കുന്ന നിലപാടിലേക്ക് കേരളത്തിലെ ഗവൺമെന്റും കൂടി മാറുന്ന സന്ദർഭത്തിലാണ് INTUCയുടെ ഈ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ യോഗം സമ്പൂർണ്ണമായി വിലയിരുത്തുന്നു. മാത്രവുമല്ല, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മ പൂർവാധികം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനായി തീരുമാനിക്കുന്നുണ്ട്. ഈ ജാനുവരി മാസം 1-ാം തീയതി 14 ജില്ലകളിലും ഐക്യ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ വകയായിട്ടുള്ള ഏറ്റവും രൂക്ഷമായ പ്രതിഷേധ സമരങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനുവരി മാസം 7-8 തീയതികളിൽ ഒരു ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 100 പേര് പങ്കെടുക്കുന്ന 2 ദിവസത്തെ ക്യാമ്പ് ഈ ലേബർ കോഡുകളെക്കുറിച്ചും അതുപോലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികളെക്കുറിച്ചും കേന്ദ്ര പദ്ധതികളായ ആശാ വർക്കർമാർ, അംഗനവാടി, കോടതി വിധികൾ പോലും മാനിക്കാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി പരസ്യമായി ചർച്ച ചെയ്യാനും വേണ്ടിയുള്ള അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുമായി സംസ്ഥാന തലത്തിലെ ലീഡർഷിപ്പ് ക്യാമ്പും കൂടി INTUC ഇന്നത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ ആസൂത്രിതമായിരിക്കാൻ നാളുകളിൽ കടന്നു വരാൻ പോകുന്ന വൻ ദുരന്തം ഈ രാജ്യത്തിലെ തൊഴിലാളികളെ അറിയിക്കാൻ വേണ്ടി കേവലം ഒറ്റപ്പെട്ട സമരങ്ങളോ വാർത്തകൾക്ക് വേണ്ടിയുള്ള സമരങ്ങളോ അല്ല INTUC ആഗ്രഹിക്കുന്നത്. INTUC അടിസ്ഥാനപരമായ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതികളും സമര പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഇന്നത്തെ യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നതായി അറിയിക്കുന്നു. തൊഴിലാളികളുടെ വേതനമില്ലായ്മ, അതുപോലെ തന്നെ സാധാരണ വിലക്കയറ്റം, അതിനെപ്പറ്റി അല്ല, തൊഴിലാളികളുടെ ജോലി ഇല്ലാതാവുന്നു. തൊഴിലാളികളുടെ ജോലി ഇല്ലാതായാൽ അവർക്ക് വരുമാനമില്ല. ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പിൽ കേരളത്തിൽ കൊടുക്കുന്നത് 369 രൂപയാണ് ഒരു ദിവസം. ആ 369 രൂപ കൊടുക്കുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് 90% പണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര പദ്ധതിയാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ല. ആ പദ്ധതി മുഴുവൻ പണവും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിന് പകരം ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയിൽ 40% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയമേ ദുർബലയായി നിൽക്കുന്ന, സാമ്പത്തികമില്ല എന്ന് മുറവിളി കൂട്ടുന്ന കേരള സംസ്ഥാനം പോലുള്ള സംസ്ഥാനങ്ങളിൽ, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ സംസ്ഥാന വിഹിതം പ്രൊവൈഡ് ചെയ്യാൻ കഴിയാതെ വരും. ഫലത്തിൽ തൊഴിലുറപ്പ് തൊഴിൽ ഇല്ലാതാവുകയാണ്. അപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം തിരിച്ചറിഞ്ഞ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരു സാധാരണ അമ്മയുടെ കയ്യിലേക്ക് 369 രൂപ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടിയാൽ അവരത് കരുതി വെച്ച് സൂക്ഷിച്ചു വെച്ച് നാട്ടുംപുറങ്ങളിലെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കുപ്പിവള വാങ്ങിക്കാൻ, ചാന്ത് വാങ്ങിക്കാൻ, കമ്മൽ വാങ്ങിക്കാൻ, മാല വാങ്ങിക്കാൻ, അവരുടെ ചെറിയ ഉടുപ്പ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ഒരു വൈബ്രേഷൻ, എക്കണോമിക് വൈബ്രേഷൻ. അതുമാത്രമല്ല, ഈ ഒരു 1000 സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് കുപ്പിവള വാങ്ങിക്കുന്നിരിക്കട്ടെ, ഒരു ഡസൻ കുപ്പിവള വാങ്ങിച്ചാൽ 1000 സ്ത്രീകളാണ് വാങ്ങുന്നതെങ്കിൽ അത്രയും കുപ്പിവള ഉൽപ്പാദിപ്പിക്കണം. അത്രയും കുപ്പിവള ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അവിടെ തൊഴിലാളികൾ വേണം, അവിടെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് ഒരു കച്ചവടക്കാരൻ വേണം. അങ്ങനെ ഈ രാജ്യത്തിന്റെ അടിത്തട്ടിൽ സാമ്പത്തിക വൈബ്രേഷൻ ഉണ്ടാക്കാനുള്ള ഒരു എക്കണോമിക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സിസ്റ്റം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള മൻമോഹൻ സിംഗിന്റെ ഈ പദ്ധതിയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കി കളയുന്നത്. നാട്ടിലെ സാധാരണക്കാരനെ എംപവർ ചെയ്യുന്ന, അവന്റെ കരങ്ങളിലേക്ക് പണം കൊടുക്കുന്നത് തൊഴിൽ വഴിയേ കൊടുക്കാൻ കഴിയൂ, അല്ലാതെ കൊടുക്കുന്ന ഒന്നും ഒരു വരുമാനമല്ല. അപ്പൊ തൊഴിലില്ലാതാക്കുന്ന ഒരു മനോഭാവം കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ ഉണ്ടായാൽ അത് നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല. അപ്പൊ രാജ്യത്തിന്റെ സാധാരണക്കാരനെ സ്തംഭിപ്പിക്കുന്ന, അവനെ നിശ്ചലമാക്കുന്ന, അവനെ വഴിയാധാരമാക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ്
അതിന് പലതരത്തിൽ സഹായിക്കുന്ന നിലപാടാണ് കേരള ഗവൺമെൻറ്